പോവുകയാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ആദ്യത്തെ നമ്മൾ പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ മുമ്പേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വലിയ വെളിച്ചങ്ങളൊന്നും പാടില്ല. ഒരു ഇരുട്ട് റൂമാണെങ്കിൽ ബ്ലൂ കളർ ലൈറ്റ് ഇടാം. ഇപ്പൊ LED പോലത്തെ ബ്ലൂ കളർ ലൈറ്റ് ഇടാം. അതുപോലെ തന്നെ ഫാനോ എസിയോ ഓവർ ഇതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലൊന്നും ഇടരുത്, ചെറിയ രൂപത്തിൽ. പിന്നീട് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് സുഗന്ധങ്ങളൊക്കെ യൂസ് ചെയ്യാം. കാരണം നമ്മൾ സ്റ്റാൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ. ഇവിടെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലല്ലാതെ ആരും വരാത്ത പ്രകൃതി രമണീയമായിട്ടുള്ള പുൽമേട്ടിലോ പിന്നെ ശാന്തമഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ തീരത്തോ അതുപോലെ തന്നെ കടൽ തീരത്തോ ഒക്കെ നമ്മൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സേഫ് ആയ സ്ഥലത്ത് കേട്ടോ, അപകടങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത്. നിങ്ങൾക്ക് അത്രയും കംഫർട്ടായ സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ മുമ്പേ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അവരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണം. ഓക്കെ. ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൈലന്റ് ആക്കണം. അത് ഇപ്പോഴായാലും എപ്പോഴായാലും. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ് ടൈമിലാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ചോദിച്ചാൽ നമ്മൾ ഹൈ സ്പീഡ് ബ്രീത്തിങ് ചെയ്യും. ഹൈ സ്പീഡ് ബ്രീത്തിങ് ആണ് നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത്. ഈ ഹൈ സ്പീഡ് ബ്രീത്തിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്പീഡ് ബ്രീത്തിങ്ങും ഒരു ടൈറ്റനൊക്കെ ഉണ്ട്. ടൈറ്റനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ നമ്മുടെ മൂക്കിന്റെ തുമ്പത്തോട്ട് നോക്കും. അപ്പൊ കണ്ണുകൾക്ക് നല്ല കഴപ്പ് അനുഭവപ്പെടും. കണ്ണുകൾക്ക് നല്ല കഴപ്പ് അനുഭവപ്പെടുന്നവർക്ക് വളരെ സാവകാശത്ത് കൺപോളകൾ അടക്കുക. അതിന് ശേഷം നമ്മളുടെ വലത് കാലിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഈ സമയത്ത് നിങ്ങൾ ഒരു ചിന്തയും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ചിന്തകൾ യഥേഷ്ടം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കട്ടെ. ഓക്കെ. ഒരു ചിന്തയും പുണ്യവുമല്ല പാപവുമല്ല. അപ്പൊ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവായ ചിന്തകളും നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബഡ് ആയി പോകാനുള്ള സാധ്യത കൂടും. ഓക്കെ. കണ്ണടച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലതു കാലിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. നമ്മളെ മൈൻഡിന് മുഴുവൻ കൊടുക്കാം. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കാണാണ്, വലതു കാലിന്റെ പെരുവിരൽ മുതൽ കണങ്കാൽ വരെയുള്ള ഭാഗങ്ങൾ ഞാൻ പറയുന്ന ഇവിടുന്ന് അഴഞ്ഞു വരുന്നു. നിങ്ങളുടെ മൈൻഡിൽ അത് ഫീൽ ചെയ്യണം. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് പിന്നീട് നമ്മൾ കണങ്കാൽ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ചെയ്യാൻ പറയും. മുട്ട് മുതൽ അരക്കെട്ട് വരെ റിലാക്സ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഇടതു കാലിലേക്ക് കൊണ്ടുപോകുന്നു. ഇടതു കാല് ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ. അതിന്റെ ശേഷം നമ്മൾ അരക്കെട്ട് മുതൽ നമ്മുടെ തലയുടെ ഉച്ചി വരെ, മുട്ടാവ് വരെ. അത് കഴിഞ്ഞ രണ്ട് കൈന്റെ വലത് കൈ ഇടത് കൈ ഇതിന്റെ പെരുവിരൽ മുതൽ തോള് വരെ. പിന്നെ നാം തറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരഭാഗം മുഴുവനായി. ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ മെഡിറ്റേഷനിലേക്ക് പോവാണ്. മെഡിറ്റേഷനിലേക്ക് കിടക്കുന്നു. ഓക്കെ. അപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് കിടക്കുക കേട്ടോ. ആദ്യം വളരെ റിലാക്സ് ആയിട്ട് കിടക്കാം. റൂമിൽ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തോളൂ. ഓക്കെ. കിടന്നോളൂ കേട്ടോ. കഴിയുന്നത് ബ്ലൂടൂത്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ ക്യാമറയൊക്കെ ഓഫ് ചെയ്യാം. ക്യാമറ ഓഫ് ചെയ്തോളൂ. ഫോണ് ഒക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ വെച്ചോളൂ കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ ഫോൺ വെച്ചോളൂ. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മള് മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ബെഡിൽ കിടക്കുന്ന ആളുകളാണെങ്കിൽ തലയിണ ഒഴിവാക്കണം. പില്ലോ പാടില്ല. ഓക്കെ. തലയിണയൊക്കെ ഒഴിവാക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വളരെ റിലാക്സ് ആയിട്ടാണ് കിടക്കേണ്ടത്. ആദ്യം നമ്മൾ ഹൈ സ്പീഡ് ബ്രീത്ത് ഉപയോഗിക്കുന്നു. ഓക്കെ. കിടന്നിട്ട് ബ്രീത്ത് ഉപയോഗിക്കുക കേട്ടോ.
ചെസ്റ്റ് അടക്കം ഇളകുന്ന രൂപത്തിലുള്ള ബ്രീത്തിങ് ഇസ് 1. വായ അടച്ചു പിടിക്കുക, മുക്കിലൂടെ മാത്രം 1. ഓക്കെ, സ്റ്റാർട്ട്. ഹൈ സ്പീഡ് ബ്രീത്തിങ്. സ്റ്റാർട്ട്. 1 2 3. നിങ്ങൾ എത്ര ക്ഷീണിക്കുന്നോ ആ ക്ഷീണിക്കുന്നവരെ ചെയ്യട്ടോ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്യാം. കർണാടക റിലാക്സ് ചെയ്യാം. വീണ്ടും സ്റ്റാർട്ട്. 1. 3 തവണയാണ് ടച്ച് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുക. 1. നല്ല ശക്തിയായിട്ട് ചെയ്യുക കേട്ടോ. ബ്രീത്ത് എടുക്കുക. നല്ല ശക്തിയായിട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുർത്താവിന്റെ ഭാഗം, മുഖത്തുണ്ടാകുന്ന വൈബ്രേഷൻസ് ഒക്കെ ശ്രദ്ധിക്കാം. വീണ്ടും 3 തവണ, വീണ്ടും ഒരു തവണയും കൂടി ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യും. 1. ശക്തിയായിട്ട്. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ചെയ്യണേ, എങ്കിലേ അതിന്റെ ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, റിലാക്സ് റിലാക്സ്. ഇനി ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക. ഞാൻ പറയാതെ വിടരുത്. കൈന്റെ മൂഷ്ടികൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കണം, 2 മൂഷ്ടിയും. എന്നിട്ട് ശരീരം മുഴുവനായിട്ട് ടൈറ്റൻ ചെയ്യാം. ഓക്കെ, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തോളൂ. ശരീരം മുഴുവനായിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തേ. ശരീരം മുഴുവനായിട്ട് ടൈറ്റൻ ചെയ്യുക. ടൈറ്റൻ 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 മാക്സിമം മാക്സിമം ടൈറ്റൻ ചെയ്യാം. ഞാൻ പറയാതെ ശ്വാസം വിടരുത്. മാക്സിമം ടച്ച് ചെയ്യാം. ടൈറ്റൻ 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 ടൈറ്റൻ. ഒരുമിച്ച് ഒറ്റയടിക്ക് ശ്വാസം വിടുക വായിലൂടെ. ഓക്കെ, വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിന്റെ ശേഷം 2 കൈകളും ടൈറ്റൻ ചെയ്യുക. ശരീരം മുഴുവനായിട്ട് ടൈറ്റൻ ചെയ്യും. ടൈറ്റൻ 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 മാക്സിമം മാക്സിമം ടൈറ്റൻ ചെയ്യും. ഞാൻ പറയാതെ ശ്വാസം വിടരുത്. മാക്സിമം ടൈറ്റൻ ചെയ്യും. ടൈറ്റൻ 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 മാക്സിമം. ശ്വാസം ഒരുമിച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, വീണ്ടും ദീർഘശ്വാസം ഒന്നുള്ളിലേക്ക് എടുത്ത്. നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി സുഖം കിടന്നിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശരീരം ടൈറ്റൻ ചെയ്യാം. മാക്സിമം ടൈറ്റൻ ചെയ്യാം. മാക്സിമം ടൈറ്റൻ ചെയ്തോളാം. ശ്വാസം പിടിച്ച് നിൽക്കണേ. ടൈറ്റൻ 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 മാക്സിമം. നെക്സ്റ്റ് 2. ഒറ്റയടിക്ക് ശ്വാസം കിട്ടും. റിലാക്സ് റിലാക്സ്. ഇനി നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു. നമ്മൾ കുറച്ച് സമയം ശ്വാസം പിടിച്ചു വെക്കണം. 10 മുതൽ കീപ്പിട്ട് എണ്ണം. അത് മനസ്സിലാണ് എണ്ണിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ആ കൗണ്ടിൽ മാത്രം, എണ്ണുന്ന കൗണ്ടിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടാതെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചുണ്ടിലൂടെ ശ്വാസം പതുക്കെ ഔട്ട് ചെയ്യുന്നു. വളരെ സാവകാശം. ഓക്കെ, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേൽ. ശ്വാസം പിടിച്ച് നിർത്തിക്കോളൂ. ഇനി 10 കണ്ണടച്ച് 10 മുതൽ കീപ്പിട്ടുന്ന 9 8 7 6 5 4 3 2 1 0. ചുണ്ടിലൂടെ പതുക്കെ ശ്വാസം ഔട്ട് ചെയ്തേ. എക്സേൽ.
വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം പിടിച്ചു നടക്കാം. 10 മുതൽ കീപ്പോട്ട് എണ്ണുന്നു. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ചുണ്ടിലൂടെ വളരെ സാവകാശം ശ്വാസം ഔട്ട് ചെയ്യുക. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തിക്കോളൂ. 10 മുതൽ കീപ്പോട്ട് എണ്ണാം. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ചുണ്ടിലൂടെ പതുക്കെ ഔട്ട് ചെയ്യേ. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തു. ഇൻഹേൽ. ചുണ്ടിലൂടെ ഔട്ട് ചെയ്തു. എക്സേൽ. ഇൻഹേൽ. ശ്വാസം പിടിച്ചിരുന്നു. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. ഇൻഹേൽ. ആ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. എക്സേൽ. റിലാക്സ്, 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 റിലാക്സ്. ഇനി നമ്മൾ മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ണുകളൊക്കെ തുറന്നു വെച്ചോളൂ. നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ച ശേഷം നമ്മുടെ മൂക്കിന്റെ തുമ്പത്തോട്ട് മാത്രം ശ്രദ്ധിക്കുക. കണ്ണുകൾ എല്ലാവരും തുറന്നു വെച്ച് മൂക്കിന്റെ തുമ്പത്തോട്ട് മാത്രം ശ്രദ്ധിക്കുക. മൂക്കിന്റെ തുമ്പത്തോട്ട് മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മൂക്കിനെ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. മൂക്കിനെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് നല്ല കടപ്പ് അനുഭവപ്പെടും. കണ്ണുകൾക്ക് നല്ല വേദന അനുഭവപ്പെടും. കൺപോളകളിൽ നല്ല ഭാരം അനുഭവപ്പെടും. കൺപോളകളിലൊക്കെ ഇപ്പൊ നല്ല ഭാരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കണമെന്ന് നാം ആഗ്രഹിക്കുകയാണ്. കണ്ണിനെ വളരെ സാവകാശത്തിൽ പൂർണ്ണമായിട്ട് നമ്മുടെ കണ്ണിനെ ചിമ്പും. കണ്ണിനെ പൂർണ്ണമായിട്ട് ചിമ്പിയ ശേഷം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ അത്ഭുതകരമായ പ്രതിഭാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി എന്റെ ശബ്ദം മാത്രമേ കേൾക്കൂ. മറ്റെല്ലാ ശബ്ദങ്ങളും നിങ്ങളെ ഗാഠമായ നിദ്രയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഒരു ചിന്തയും നാം നിയന്ത്രിക്കുന്നില്ല. ഒരു ചിന്തയും നിയന്ത്രിക്കേണ്ടതില്ല. ചിന്തകൾ യഥേഷ്ടം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കട്ടെ. ഒരു ചിന്തയും പുണ്യവുമല്ല, ഒരു ചിന്തയും പാപവുമല്ല. നാം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ വലതുകാലിലേക്ക് കൊണ്ടുപോകുന്നു. വലതുകാലിന്റെ വിരലുകൾ മുതൽ കണങ്കാൽ വരെയുള്ള ശരീരഭാഗം മുഴുവനായും അഴഞ്ഞു വരുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യാണ്. കൂടുതലായി അഴഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ കണങ്കാൽ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുകയാണ്. കണങ്കാൽ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങൾ അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായി അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ കാലിന്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. കാലിന്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്.
പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ ഇടതുകാലിലേക്ക് അനുഭവപ്പെടുന്നു. ഇടതുകാലിന്റെ പെരുവിരൽ മുതൽ കണങ്കാൽ വരെയുള്ള നമ്മുടെ ശരീരഭാഗം മുഴുവനായും അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായി അഴഞ്ഞു കഴിഞ്ഞു. കണങ്കാൽ മുതൽ കാൽമുട്ട് വരെയുള്ള നമ്മുടെ ശരീരഭാഗം മുഴുവനായും അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. അതിശക്തമായി അഴഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായി അഴഞ്ഞു കഴിഞ്ഞു. കാലിന്റെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള നമ്മുടെ ശരീരഭാഗം മുഴുവനായും അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. അതിശക്തമായി അഴഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണമായി അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ അരക്കെട്ട് മുതൽ മൂർധാവ് വരെയുള്ള ഭാഗങ്ങളിലേക്ക് അനുഭവപ്പെടുന്നു. അരക്കെട്ട് മുതൽ മൂർധാവ് വരെ, തലയുടെ ഉച്ചിഭാഗം വരെയുള്ള ഭാഗങ്ങൾ അഴഞ്ഞു വരികയാണ്. കൂടുതലായി അഴഞ്ഞു വരുന്നു. പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മുടെ വലതു കൈയിന്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള നമ്മുടെ ശരീരഭാഗം മുഴുവനായും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വലതു കൈയിന്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള ഭാഗങ്ങൾ അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. ഈ വിശ്രമാവസ്ഥ നമ്മളുടെ ഇടതു കൈയിലേക്ക് അനുഭവപ്പെടുന്നു. ഇടതു കൈയിന്റെ വിരലുകൾ മുതൽ തോള് വരെയുള്ള ഭാഗങ്ങൾ അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായും അഴഞ്ഞു കഴിഞ്ഞു. തറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ശരീരഭാഗം മുഴുവനായും അഴഞ്ഞു വരുന്നു. കൂടുതലായി അഴഞ്ഞു വരികയാണ്. പൂർണ്ണമായി അഴഞ്ഞു കഴിഞ്ഞു. ഈ നിമിഷം നാം 10 മുതൽ കീപ്പിട്ട് എണ്ണുന്നു. ഓരോരോ കൗണ്ട് കീപ്പിട്ട് എണ്ണും തോറും നാം ഘാതമായ ഒരു നിദ്രയിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. 0 എന്നൊരു സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഒരു നിദ്രയിലായിരിക്കും, പൂർണ്ണമായ ഒരു വിശ്രമാവസ്ഥയിലായിരിക്കും നിങ്ങൾ. ഈ നിമിഷം നാം നിങ്ങളെ സാധാ ഒരു ഉറക്കത്തിലേക്ക് കൊണ്ടുപോവാണ്. 9, 8 എന്ന കൗണ്ട് എത്തുമ്പോൾ നിങ്ങൾ ഇതാ ഉറങ്ങുകയാണ്. വളരെ ശാന്തമായി ഉറങ്ങുകയാണ്. വളരെ റിലാക്സ് ആയിട്ട് ഉറങ്ങുന്നു. ശാന്തമായി ഉറങ്ങുകയാണ്. വളരെ ശാന്തമായി ഉറങ്ങുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. 7 എന്ന കൗണ്ട് എത്തുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നാം ഇത്ര മനോഹരമായി നാം ഉറങ്ങിയിട്ടേയില്ല. അത്രയും വലിയ
ഒരു ഗാഠനിദ്രയിലേക്ക്, ഒരു ഉറക്കത്തിലേക്ക് നാം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. റിലാക്സ്. ഈ നിമിഷം നിങ്ങളുടെ ബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നാം നിങ്ങളെ നയിക്കുന്നു. ബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. 5, ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത എല്ലാ സ്വസ്ഥതയും സമാധാനവും എല്ലാം അനുഭവിച്ചുകൊണ്ട് നാം നിങ്ങളെ ഗാഠമായ നിദ്രയിൽ നിന്ന് നിങ്ങളുടെ ഉബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. 4, ഉറക്കത്തിന്റെ ഗാഠത അതിശക്തമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. 3, മനസ്സിൻ്റെതായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന് വരെ അനുഭവിക്കാത്ത എല്ലാ സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സ് വളരെ റിലാക്സ് ആണ്. മനസ്സ് ഇപ്പോൾ വളരെ ശാന്തമാണ്. 2, ഇപ്പോൾ നിങ്ങൾക്കൊരു മയക്കം അനുഭവപ്പെടുകയാണ്. ആ മയക്കം കൂടി വരുന്നു. ആ മയക്കം കൂടി ആ മയക്കം നിങ്ങള് കണ്ണുകളൊക്കെ കൂടുതൽ അടഞ്ഞു വന്ന് നിങ്ങളുടെ ഉബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ആ മയക്കം നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാവുന്ന ഉബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നാം നിങ്ങളെ കൊണ്ടുപോകുന്നു. 1, 0, പൂർണ്ണമായ ഒരു ഗാഠനിദ്രയിലേക്ക്, ഒരു വിശ്രമാവസ്ഥയിലേക്ക് ഇപ്പോൾ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു വരികയാണ്. ശരീരത്തിന്റെ ഭാരമൊക്കെ കുറഞ്ഞു വന്ന ശരീരത്തിന് ഇപ്പൊ യാതൊരുവിധ ഭാരവുമില്ല. മനസ്സിന്റെയും ശരീരത്തിന്റെ ഭാരം കുറഞ്ഞ് നിങ്ങളുടെ ശരീരം ഇപ്പോ ഒരു പഞ്ഞിക്കെട്ടിനോട് തുല്യമായിരിക്കുകയാണ്. യാതൊരുവിധ ഭാരവും ഇല്ലാത്ത ഒരു പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം ഇപ്പോ. ശരീരത്തിന് യാതൊരുവിധ ഭാരവുമില്ല. ഭാരമില്ലാത്ത ഒരു പഞ്ഞിക്കെട്ട് പോലെ ആയിക്കഴിഞ്ഞു നമ്മുടെ ശരീരം. ഇപ്പൊ മനസ്സും ശരീരമൊക്കെ വളരെ റിലാക്സ് ആണ്, വളരെ ശാന്തമാണ്. ഈ നിമിഷം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിടിപെട്ടിട്ടുള്ള എല്ലാ മാലിന്യങ്ങള്, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം ഒക്കെ, നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചവര്, നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ തന്നവരൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഒരുപാട് കരയിപ്പിച്ചവരൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മുറിവേൽപ്പിച്ചവരൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ അവർക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയാണ്. ഐ ആം ദ ഫോർഗിവ്നെസ്. ഞാൻ എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കുന്നു. ഞാൻ എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കുകയാണ്. എൻ്റെ മുന്നിൽ എന്നെ ഉപദ്രവിച്ചവരെല്ലാവരും ഉണ്ട്. ഞാൻ എല്ലാവർക്കും, ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറഞ്ഞവർക്കും എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കും ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞു. ഈ നിമിഷം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിടിപെട്ടുള്ള എല്ലാ മാലിന്യങ്ങളും, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, മാനസികമായ പിരിമുറുക്കങ്ങൾ, അലസത, മനസ്സിനുണ്ടാകുന്ന ഡിപ്രഷൻ, എല്ലാം, നമ്മുടെ എല്ലാ ടെൻഷനും, എല്ലാ പ്രോബ്ലംസും
ഒരു കറുത്ത പുക എന്നതുപോലെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒരു ഇളം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നു. വീണ്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും പിടിപെട്ടിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും ഒരു കറുത്ത പുക എന്നതുപോലെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറുത്ത പുക എന്നതുപോലെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഇളം ചൂട് അനുഭവപ്പെടുകയാണ്. വീണ്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിടിപെട്ടിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും പൂർണ്ണമായി പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ പൂർണ്ണമായി പുറത്തു പോയി കഴിഞ്ഞു. പകരം ഒരു വെളുത്ത പുക നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് എടുക്കുന്നു. ആ വെളുത്ത പുക നമ്മളിലേക്ക് വരുമ്പോ ഒരു ഇളം കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ശരീരത്തിന് ഒരു ഇളം കൂളിംഗ് അനുഭവപ്പെടുകയാണ്. വീണ്ടും ഒരു വെളുത്ത പുക ഉള്ളിലേക്ക് വരികയാണ്. ആ വെളുത്ത പുക ഉള്ളിലേക്ക് വരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സമ്പത്ത്, അറിവ്, വിജയമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. വീണ്ടും ഒരു വെളുത്ത പുക ഉള്ളിലേക്ക് വരുന്നു. അത് നമ്മുടെ ശരീരം മാസങ്ങളും പടർന്നു പിടിക്കാൻ തൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം കഴുകി ശുദ്ധമാക്കിക്കൊണ്ട് ആ വെളുത്ത പുക നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോവാണ്. ഈ നിമിഷം മുമ്പത്തിലേറെ കൂടുതൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. എല്ലാവരോടും സ്നേഹത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇടപഴകാൻ, പെരുമാറാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് വരുന്നു. എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ഈ നിമിഷം മുതൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നതിനെല്ലാം നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ചിട്ടുള്ള, ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വാഹനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓരോരോ ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണത്തിന് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ നിമിഷം നമ്മൾക്ക് ലഭിച്ച് നമ്മൾക്ക് താമസിക്കാൻ കിട്ടിയിട്ടുള്ള ആ ഭവനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് ലഭിച്ചതിലെല്ലാം ഞാൻ നന്ദി പറയാണ്. എൻ്റെ ജോലി, എനിക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള എൻ്റെ മാതാപിതാക്കള്, ഗുരുക്കന്മാർ, എല്ലാം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ നിമിഷം നാം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സമ്പത്ത്, അറിവ്, വിജയമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. നാം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, സമ്പത്ത്, അറിവ്, വിജയമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നു. അപ്പൊ മനസ്സിന് നല്ല സ്വസ്ഥത ലഭിച്ചുകൊണ്ടിരിക്കുക, നല്ല സമാധാനം ലഭിക്കുന്നു. മനസ്സ് വളരെ റിലാക്സ് ആണ്, മനസ്സ് വളരെ ശാന്തമാണ്. ഇപ്പോൾ നമ്മൾ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ തീരത്താണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. ഇപ്പോൾ നമ്മൾക്ക് ആ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ശബ്ദം ഇപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാതോർക്കുമ്പോൾ അത് കേൾക്കും തോറും എന്നെ ആ പഴയ ഓർമ്മകളിലേക്ക് എന്നെ നയിക്കുകയാണ്. ഇപ്പോൾ മനസ്സ് വളരെ കൂളാണ്. റിലാക്സ് with the body, relax, cool, relax with the mind,
റിലാക്സ് ദ മൈൻഡ്, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. മനസ്സിപ്പോ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പോലെ മനസ്സ് വളരെ ശാന്തമായി ഒഴുകുകയാണ്. ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് യൂണിവേഴ്സിൽ നിന്നും എന്നിലേക്ക് വന്നു ചേരുകയാണ്. ധൈര്യം, മഹാധൈര്യം എന്നിലേക്ക് വന്നു ചേരുന്നു. ഭാഗ്യം, മഹാഭാഗ്യം എന്നിലേക്ക് വന്നു ചേരുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്ത് എന്നിലേക്ക് വന്നു ചേരുന്നു. എൻ്റെ വിജയത്തിന് അനുയോജ്യമായ അറിവുകൾ എന്നിലേക്ക് വന്നു ചേരുന്നു. മനസ്സ് വളരെ വളരെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിലാക്സ്, 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 റിലാക്സ് ദ ബോഡി, റിലാക്സ് ദ ബോഡി, റിലാക്സ്. മനസ്സിനിപ്പോ നല്ല സ്വസ്ഥത ലഭിക്കുകയാണ്, നല്ല സമാധാനം ലഭിക്കുന്നു, നല്ല ശാന്തമായ അവസ്ഥയിലൂടെ കടന്നു പോവാണ്. മനസ്സ് വളരെ റിലാക്സ് ആവാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഈ നിമിഷം നാം ഇതാ പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു. കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി, മനസ്സിന്റെ സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നത് പോലെ സമസ്ത ലോകത്തുള്ള എല്ലാവർക്കും ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരികയാണ്. 10 മുതൽ കീഴ്പോട്ട് ഇടുന്നു. ഓരോരോ കൗണ്ട് കീഴ്പോട്ട് ഇടുന്നും തോറും നാം ഉണർവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 0 എന്നൊരു സംഖ്യ എത്തുമ്പോൾ പൂർണ്ണമായ ഉണർവിലായിരിക്കും. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. 2 കൈയിനെയും കാലിനെയൊക്കെ ഒന്ന് ചലിപ്പിക്കുക. കണ്ണൊക്കെ തുറന്ന് 2 കൈയിനെയും കാലിനെയൊക്കെ ഒന്ന് ചലിപ്പിക്കുക. അതിനുശേഷം കൈവെള്ളയിലേക്ക് ഇങ്ങനെ നോക്കുക. കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് കണ്ണ് തുറക്കുക. എന്നിട്ട് മുഖം ഒക്കെ ഒരു 3 തവണ ഒന്ന് മസാജ് ചെയ്യുക. ഇനി പൂർവാസ്ഥിതിയിലേക്ക് മടങ്ങി വരിക കേട്ടോ. എല്ലാവരും അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി വരിക.